ആഹാ, മക്കള് വന്നോ? വാ വാ, കേറി വാ മക്കളെ. ഞങ്ങളെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാ ഗൗരിയമ്മേ. മഹിമേ, എന്താ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞ? അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണം ടെൻഷൻ അടിച്ച് ഒരു പരിവായി. ഇവിടെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനാ എന്റെ പ്ലാൻ. അതുകൊണ്ടേ ഞങ്ങളെ കൊണ്ട് ഭാരിച്ച പണിയൊന്നും ചെയ്യിപ്പിക്കരുത്. ഇല്ല മഹിമേ, നീ വായി തോന്നിയതുപോലെ ഓരോന്നും സംസാരിക്കല്ലേ. നമ്മളിവിടെ അതിഥികളായിട്ട് വന്നവരാ. നമ്മളല്ല, ചേച്ചി ഇവിടെ അതിഥിയായിട്ട് വന്നതാ. ഞാനിവിടെ എല്ലാ ദിവസവും കയറി നടക്കുന്ന ആളാ. ആ അടുക്കളയിലെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങള് എവിടെയായിരിക്കുന്നെന്ന് എനിക്ക് കാണാൻ പാഠമാ. എന്നെ വേണമെങ്കിലേ ഈ വീടിന്റെ ഒരു പാർട്ട് ടൈം അംഗമായിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ, അല്ലേ അമ്മേ? ഞാൻ പാർട്ട് ടൈം ആയിട്ടല്ല, ഫുൾ ടൈം അംഗമായിട്ട് നിന്നെ എടുത്തിരിക്കുന്നത്. ഇവള് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന ആളാ അമ്മ. അമ്മ വേറൊന്നും വിചാരിക്കരുത്. മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴാ ഞാൻ ഓരോന്നൊക്കെ വിചാരിക്കുന്നത്. ഇത് നിങ്ങളുടെയും കൂടെ വീടാണെന്നുള്ള വിചാരം നിങ്ങൾക്ക് എപ്പോഴും വേണം. ഇവിടെ നിങ്ങളെ വഴക്ക് പറയാനോ തടയാനോ ആരുമില്ല. മഹിമ പറയുന്ന പോലെ റിലാക്സ് ചെയ്യുക മാത്രമല്ല, നമുക്കിവിടെ അടിച്ചു പൊളിച്ചങ്ങ് കഴിയാം. എന്താ? അതാണ് എനിക്ക് വേണ്ടത്. ചേച്ചിക്ക് മതിയായല്ലോ. വീടിന്റെ കാരണവര് തന്നെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട്. അയ്യോ മിണ്ടല്ലേ. ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുക പ്രകാശ. ഓട്ടോയില്ല, ദയത്തി. എനിക്ക് സ്റ്റുഡിയോ ഇവിടെ നിന്നാ കാണാം. ആ ശരി ശരി. എന്തൊരു പുളുവാ ഗൗരിയമ്മേ. ചേച്ചി പോണ്ടേ മോളെ? ഞാൻ സ്റ്റുഡിയോ വരെ പോയിട്ട് വരാം, എനിക്ക് ഡബിങ് ഉള്ളതാ. ആ പിന്നെ മുകുന്ദൻ ചിലപ്പോ അവന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ വരും. എല്ലാം ഞാൻ പാക്ക് ചെയ്ത് ബാഗിലാക്കി കട്ടിലേ വെച്ചിട്ടുണ്ട്. മോളൊന്ന് എടുത്തു കൊടുത്താൽ മാത്രം മതി. ആ മോളെ, ഈ വീട് മുഴുവൻ ഒന്ന് കറങ്ങിക്കാണ്, എന്നിട്ട് ഇഷ്ടമുള്ള മുറി അങ്ങ് എടുത്തോണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഓ ദേ വീണ്ടും വിളിക്കുന്നു. ഹലോ. ഇപ്പോഴാ ഒന്ന് സമാധാനായത്. ചേച്ചി എന്തെങ്ങനെ വാടിയിരിക്കുന്നേ? ആ വീട്ടിൽ നിന്ന് കുറച്ചു ദിവസത്തേക്ക് മോക്ഷം കിട്ടിയെന്ന് കരുതിയാ മതി. അതെന്റെ വീടല്ലേ മോളെ. നല്ലവരോ ചീത്തയോ അതെന്റെ കുടുംബക്കാരാ. അവരിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ എനിക്കൊരു സന്തോഷമില്ല. ഓ, എന്റെ ചേച്ചി ഇങ്ങനൊരു നന്മമരം ആയല്ലോ എന്റെ ഭഗവാനെ. ചേച്ചി ദേ ആ കാണുന്ന മുറി എടുത്തോ, പോയി റെസ്റ്റ് എടുക്ക്. വക്കീലേ ഇപ്പൊ ഡ്രസ് എടുക്കാൻ വരും. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ.